മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും എല്ലാവരും കൺഫ്യൂഷനാണ്. എന്താ കൺഫ്യൂഷൻ അറിയാമോ? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസും ഉണ്ട്. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കണ്ണ് വെച്ച് നോക്കുന്ന ഭാഗത്താണ് ഐ, അതിൻ്റെ അടുത്ത ലെൻസാണ് ഐ പീസ്. നമ്മൾ എപ്പോഴും വരയ്ക്കുക ഇവിടെ ഇവിടെ ആദ്യ ലെൻസ് ഒബ്ജക്റ്റീവും രണ്ടാമത്തെ ലെൻസ് എന്തായിരിക്കും? ഐ പീസും ആയിരിക്കും. ഇതാദ്യം പഠിച്ചു വെക്കുക. ഇനി ഈ ലെൻസുകൾ തമ്മിലൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എഴുതി നോക്കുമ്പോൾ ഇത് പഠിക്കാൻ പറ്റുക. നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് എഴുതൂലേ? നോക്കൂ, മൈക്രോസ്കോപ്പ് ഒന്ന് എഴുതി നോക്കിയേ. മൈക്രോസ്കോപ്പ് എഴുതിയോ? എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എം നല്ല തടിയുണ്ട്. നോക്കുക, അപ്പം ആദ്യത്തെ ലെൻസ് എന്താണ്? തടി കൂടിയ ലെൻസാണ്. ആരത്? മൈക്രോസ്കോപ്പിൻ്റെത്. അപ്പോൾ നമ്മുടെ ഇ എന്ന് പറഞ്ഞ ലെൻസില്ലേ, ഐ പീസ്, ഈ ഈൻ്റെ മുകളിൽ എഴുതുമ്പോൾ എന്താ? മെലിഞ്ഞ കിട്ടുക. അത് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചാൽ എല്ലാം കഴിഞ്ഞു. സോ മൈക്രോസ്കോപ്പിൻ്റെ ആദ്യ ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് തടി കൂടിയതാണ്. തടി കൂടുമ്പോൾ പവർ എന്താവും? പവർ കുറവായിരിക്കും. മനസ്സിലാക്കി വെക്കുക. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ് അതുതാ മെലിഞ്ഞ നീളം കൂടിയ ലെൻസാണ്. നീളം കൂടിയ ലെൻസ് ആയതുകൊണ്ട് പവർ കൂടുതലായിരിക്കും, പവർ കുറവായിരിക്കും. ഫോക്കൽ ദൂരം എന്തായിരിക്കും? നല്ലതുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ടെലിസ്കോപ്പ് കൂടി പറഞ്ഞുതരാം. ടെലിസ്കോപ്പ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയല്ലേ എഴുതുക? ടെലിസ്കോപ്പ് അല്ലേ? ടെലിസ്കോപ്പ്. ലാസ്റ്റ് ലെൻസാണ് ഐ പീസ്, ഫസ്റ്റ് ലെൻസാണ് ഒബ്ജക്റ്റീവ്. സോ ടെലിസ്കോപ്പ് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ചെറിയൊരു വരയാണ് അല്ലേ? ഇങ്ങനെ കണ്ടോ? കണ്ടോ? മെലിഞ്ഞ ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസ് എന്താടാ? അപ്പോൾ ഈക്ക് എന്താണ്? തടി കൂടുതലാണ് അല്ലേ? സോ ടെലിസ്കോപ്പ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നീളം കൂടിയ മെലിഞ്ഞ ലെൻസ് വരയ്ക്കണം. ഇതിന് ഫോക്കൽ ദൂരം എന്താണ്? കൂടുതലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ലെൻസ് എന്താണ്? തടി കൂടിയ പവർ കൂടിയ ഫോക്കൽ ലെന്ത് കുറഞ്ഞ ലെൻസാണ്. സോ ഇതാണ് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്. ഈ ട്രിക്ക് വെച്ച് ലെൻസിൻ്റെ പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. മൈക്രോസ്കോപ്പിൻ്റെ വലിയ ലെൻസാണ് ആദ്യം മനസ്സിലാക്കി വെക്കുക. ടെലിസ്കോപ്പ് മെലിഞ്ഞ ലെൻസാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും കൃത്യമായി ചെയ്യാൻ പറ്റും. ഇതേപോലെ സൂപ്പർ ട്രിക്കുകളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. എസ് എം സാറും ഉണ്ട്, ഞാനും ഉണ്ട്. ലൈവിൽ കാണാം. ബാക്കി നമുക്ക് നന്നായി ഡിസ്കസ് ചെയ്യാം.